माधव कुंज विहारी जय गोपीचन वल्लभा जय गिरिवरधारी जय गिरिवरधारी यशोदनंदन ब्रज जन रंजना यशोदनंदन ब्रज जन रंजना यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंदा जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंदा हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय राधा माधव राधे जय राधा गोपीनाथ राधे कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय जगन्नाथ जय बलदेवा जय सुभद्रा जय सुदर्शन जय गौरनिताय जय गौरनिताय जय गौरनिताय जय गौरानिताय जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय पंचतत्वा जय पंचतत्वा जय पंचतत्वा जय पंचतत्वा जय जय प्रभुपाद जय जय प्रभुपाद
जय जय गुरुदेव 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 जय जय गुरुदेव। जय विश्वपाद परमहंस प्रभुजी की चालीस स्तोत्र इस डूइंग ग्रेस श्री भक्तिवेदांत स्वामी श्रील प्रभुपाद की जय। इसको समस्त प्रकाचार्य श्रील प्रभुपाद की जय। जय विष्णुपाद परमहंस प्रभुजी की चालीस स्तोत्र इस डूइंग ग्रेस भक्ति सिद्धांत सरस्वती गोस्वामी प्रभुपाद महाराज की जय। अनंत कोटि वैष्णव वृंद की जय। माचार्य श्री हरदास ठाकुर की जय। प्रेम से कहो श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद की जय। श्री श्री राधा कृष्ण गोपीनाथ श्याम कुंड राधा गोवर्धन की जय। मधुरा वृंदावन धाम की जय। जगन्नाथ धाम की जय। मायपुर देव धाम की जय। गंगामयी जमुनामयी की जय। देवी की जय। तुलसी महारानी की जय। समवेद भक्त वृंद की जय। हृदय संकीर्तन महाराज की जय। All glories to assembled devotees, all glories to assembled devotees, all glories to assembled devotees, all glories to Shri Shri Guru and Gauranga, all glories to Srila Prabhupada, all glories to Srila Gurudev. Thy go Premanandi. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. ओम ज्ञानतिमिरन्दस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। पूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखं वन्दे वाल्मीकि कोकिलम्। हरे कृष्ण। എല്ലാവർക്കും നമ്മുടെ ഈ യൂത്ത് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണ്ട അല്ല, ദേവന്മാര് അവര് ചെന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥനകൾ നടത്തുന്നു അല്ലെ. അപ്പൊ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്താ ഭഗവാൻ പറഞ്ഞു? എന്തു ഭഗവാൻ പറഞ്ഞു? എന്താണ് അവർ പ്രാർത്ഥിച്ചത്? എന്തായിരുന്നു ദേവന്മാരെ പ്രാർത്ഥിച്ചത്? ആരെടുത്താ പോയത് ഇവര് ദേവന്മാരെ പ്രാർത്ഥിക്കാനായിട്ട്? ആർക്കറിയാം? ഭഗവാന്റെ അടുത്തല്ലേ. അപ്പൊ ഭഗവാന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ എന്താ പറഞ്ഞ? എനിക്ക് സമയമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും അടുത്ത് എന്ന് പറയുമെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു ഭഗവാൻ? ആർക്കറിയാം? ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പോ കലിയുഗത്തില് നമ്മളുടെ മെമ്മറി കുറവാണ്, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക, എന്നാ നിങ്ങൾക്ക് ഓർക്കാം. സോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എഴുതിയ ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്താണ് നമ്മൾ അവര് ദേവന്മാര് ഭഗവാന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചത്? ഇവിടെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. ആര് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു? അസുരന്മാര്. അസുരന്മാരിൽ ആരാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? രാവണൻ. ദശഗ്രീവൻ അല്ലെ. അത് രാവണൻ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ രാവണൻ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭഗവാൻ എന്ത് പറഞ്ഞു? രസികാനന്ദ എന്തോ പറയുന്നുണ്ട്, പക്ഷെ മൈക്ക് ഓഫ് ആണ്. ഭഗവാൻ പറഞ്ഞു ഞാൻ ഉടനെ അങ്ങോട്ട് വരാം അല്ലെ. ആരായിട്ട് വരുമെന്ന് പറഞ്ഞു? ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ ഒരു ക്വാളിറ്റിയാണ്, ഭക്തന്മാര് പ്രാർത്ഥനകൾ നടത്തി കഴിഞ്ഞാൽ ഭഗവാൻ ആ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ അതിന് റെസ്പോണ്ട് ചെയ്യും.
ഇത് ഭഗവാന്റെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോ ഭക്തന്മാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥനകൾ നടത്തും. നിങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിക്കും ഭഗവാന്റെ അടുത്ത്? എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം എത്ര മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കണം? 5 മിനിറ്റ്, 10, അരമണിക്കൂർ? എത്ര മിനിറ്റ് പ്രാർത്ഥിക്കണം ഒരു ദിവസം നമ്മൾ? ആർക്കെങ്കിലും അറിയാമോ? ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് നീ എപ്പോഴും പ്രാർത്ഥിക്കാനാ പറയുന്നത്, അല്ലെ? സതതം കീർത്തയന്തോ മാം യഥന്തശ്ച ദൃഢവ്രതഃ. പക്ഷെ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. അപ്പോ ഭഗവാനെ നേരിട്ട് കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത്. ഇപ്പൊ കലിയുഗത്തില് ഭഗവാൻ അത്യധികം പ്രിയങ്കരമാണ്, ഏറ്റവും ഇഷ്ടമാണ് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നവർ. അപ്പൊ ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് കലിയുഗത്തിലെ വ്യക്തികൾക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, കലിയുഗത്തില് നാമം ജപിക്കാം. ഇപ്പൊ ബ്രഹ്മദേവനും ദേവന്മാരും എപ്പോഴും അവർക്കും ഭഗവാനെ കാണാൻ പറ്റില്ല. അവര് ഭഗവാന്റെ ക്ഷീരസാഗരത്തിന്റെ അടുക്കൽ പോയിട്ട് അവർ ഉച്ചത്തില് പ്രാർത്ഥനകൾ നടത്തും. പ്രാർത്ഥനകൾ നടത്തി കഴിഞ്ഞാല് ഭഗവാൻ അവർക്ക് ചില സമയത്ത് പ്രത്യക്ഷണം, ചില സമയത്ത് ഭഗവാൻ പറയും, ശരി, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉചിതമായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഭഗവാൻ അവർക്ക് ആജ്ഞ നൽകും. അപ്പൊ ഭഗവാന്റെ ആ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾക്ക് ഫലം വരുവാനായിട്ട് ഭഗവാൻ 4 രൂപത്തില് ഭൂമിയില് അവതരിക്കും ഈ സമയത്ത്. അപ്പോ ദശരഥന്റെ പുത്രനായിട്ട് 4 പുത്രന്മാരായിട്ട് ഭഗവാൻ വിസ്തരിച്ചു എന്ന് പറയും. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ശ്രീരാമചന്ദ്രമൂർത്തി, അതിനുശേഷം ഭരതൻ, പിന്നെ ലക്ഷ്മണൻ, ശത്രുഘ്നൻ. അങ്ങനെ 4 പേര്, 4 അവതാരങ്ങൾ ഭഗവാൻ കൈക്കൊണ്ടു. ഇനി ആരൊക്കെയാണ് ഈ 4 പേര്? ആർക്കറിയാം? അപ്പോ ഒന്ന് ഭഗവാൻ സ്വയം, പിന്നൊന്ന് നമ്മൾ പറയത്തില്ലേ വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഇങ്ങനെ ഭഗവാന്റെ ഈ 4 വിസ്തരണങ്ങളും ഒരേ സമയത്ത് ദശരഥ പുത്രന്മാരായിട്ട് ജനിച്ചു. അപ്പോ അയോധ്യയില് ഇത് ഭയങ്കര ആഘോഷമായിരുന്നു. കാര്യം ദശരഥന് വളരെയധികം പ്രായം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു, എനിക്കിനി ഒരു കുട്ടിയെ കിട്ടില്ല, എന്റെ രാജ്യം ഭരിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കുട്ടികൾ ജനിച്ച സന്തോഷത്തില് അയോധ്യയിലുള്ള എല്ലാവർക്കും സന്തോഷം. അവരെല്ലാം ഉത്സവം പോലെ അത് കൊണ്ടാടി. ഗന്ധർവന്മാര് പോലും വന്നു ഇവരുടെ ഈ ഉത്സവത്തിൽ പങ്കുകൊള്ളാനായിട്ട്. നിർത്താതെ ആ ദേവലോകത്ത് നിന്നും അവരും പൂക്കൾ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരുന്നു.
11 ദിവസം അവർക്ക് ഉത്സവമായിരുന്നു, കണ്ടിന്യൂസ്ലി ഹോളിഡേ കൊടുത്തു. എന്നിട്ട് ദശരഥ മഹാരാജാവ് എന്ത് ചെയ്തെന്നറിയാവോ? അദ്ദേഹം പറഞ്ഞു, ഇനി 7 വർഷത്തേക്ക് നിങ്ങൾ ആരും ടാക്സ് കൊടുക്കണ്ടെന്ന്. ഉണ്ടായിരുന്ന എല്ലാ എന്താ പറയുക പ്രിസണേഴ്സിനെ അദ്ദേഹം മോചിപ്പിച്ചു. ബ്രാഹ്മണന്മാർക്ക് അനവറ്റ ധനം നൽകി. അതേപോലെ ക്ഷേത്രങ്ങളില് ഭഗവാന്റെ പൂജകള് അദ്ദേഹം വീണ്ടും മെച്ചപ്പെടുത്തി. അപ്പോ നമ്മളുടെ ഫെസ്റ്റിവല്, നമ്മൾ ഉത്സവങ്ങൾ കൊണ്ടാടുക എന്ന് പറയുമ്പോൾ ആ ഉത്സവത്തില് എപ്പോഴും ഭഗവാനെ സേവിക്കുന്നതിൽ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ കാണിക്കും. അപ്പോ ഇദ്ദേഹത്തിന് 11 ദിവസമായി കഴിഞ്ഞപ്പോ ദശരഥ മഹാരാജാവ് കുട്ടികൾക്ക് പേരിടാനായിട്ട് വസിഷ്ഠ മുനിയെ വിളിച്ചു. കൗസല്യയുടെ പുത്രനായ കുട്ടിയെ എടുത്തു കഴിഞ്ഞപ്പോ, ആദ്യത്തെ കുട്ടീനെ എടുത്തു കഴിഞ്ഞപ്പോ വസിഷ്ഠൻ ആ കുട്ടീനെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം. അതുകൊണ്ട് അദ്ദേഹത്തിന് നാമകരണം കൊടുത്തു, നാമകരണ സംസ്കാരം നടത്തി. എന്ത് പേര് കൊടുത്തു? രാമ എന്ന പേര് കൊടുത്തു. രമേതി ഇതി രാമ. മറ്റുള്ളവർക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന വ്യക്തിയാണ് ശ്രീരാമചന്ദ്രമൂർത്തി. എപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം നൽകും. ഇതാണ് ശ്രീരാമചന്ദ്രമൂർത്തി. രണ്ടാമത്തെ കുട്ടിയെ എടുത്തിട്ട് അദ്ദേഹം ഭരതൻ, കൈകേയിയുടെ പുത്രന് ഭരതൻ എന്ന പേര് കൊടുത്തു. ഭാരം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ നിങ്ങൾക്ക്? നല്ല ഭാരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? എന്താണ് ഭാരം എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ് ഭാരം? അറിയില്ല. ഭാരത്തിന്റെ ഭാരം തന്നെയാണ് അല്ലെ? എത്ര വെയിറ്റ് ഉണ്ട് അല്ലെ? അപ്പോ എത്ര വലിയ, മലയാളത്തിൽ എന്താണ് പറയുന്നത്, ബേർഡൻ ക്യാരി ചെയ്യാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭരതൻ എന്ന പേര്. എന്നിട്ട് സുമിത്രയുടെ കുട്ടികള് ലക്ഷ്മണനും ശത്രുഘ്നനും, അവർക്ക് ലക്ഷ്മണൻ എന്നും ശത്രുഘ്നൻ എന്നും നാമകരണം നടത്തി. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി സമ്പന്നൻ എന്നാണ്. ലക്ഷ്മിയാൽ സമ്പന്നനായ വ്യക്തി, അതുകൊണ്ട് ലക്ഷ്മണൻ. ശത്രുഘ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ ശത്രുക്കളെ എന്താണ് നിഗ്രഹിക്കുന്നവൻ, അല്ലെങ്കിൽ ശത്രുക്കളെ മേൽ വിജയം കൈവരിക്കുന്ന വ്യക്തി. അപ്പോ 4 കുട്ടികൾക്കും അവരവരുടെ ഗുണ അനുസരിച്ചുള്ള പേരുകൾ ആര് നൽകി? വസിഷ്ഠൻ നൽകി. പക്ഷെ ഭഗവാൻ എപ്പോഴും അവതരിക്കുമ്പോ അദ്ദേഹത്തിന് ഒരു കാരണം ഉണ്ടാവില്ല, പല പല കാരണങ്ങൾ ഉണ്ടാവും ഭഗവാൻ അവതരിക്കാനുള്ള കാരണം. ആദ്യത്തെ കാരണം എന്താണ്? ബ്രഹ്മദേവനും അല്ലെങ്കിൽ ദേവിദേവന്മാരുടെയും പ്രാർത്ഥന. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ? തന്റെ ഭക്തന്മാരെ എപ്പോഴും പരിപാലിക്കുവാൻ. അപ്പൊ നമ്മൾ ഭഗവത്ഗീതയിൽ നോക്കിക്കഴിഞ്ഞാല് ഭഗവാൻ അവതരിക്കുന്നതിനെ പറ്റി ഒരു ശ്ലോകം പറയുന്നുണ്ട്. എന്താണ് ശ്ലോകം എന്നറിയാമോ ആർക്കെങ്കിലും? ഭഗവത്ഗീതയിൽ പറയണ ഇതാണ് എന്റെ ആദ്യത്തെ കാരണം, ഭക്തന്മാരെ സംരക്ഷിക്കുവാൻ. ഏതാണ് ആ ശ്ലോകം? ആർക്കെങ്കിലും അറിയാമോ? പ്രഭു, പരിത്രാണായ സാധൂനാം. പരിത്രാണായ സാധൂനാം. അതെ, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം അല്ലെ? ഭക്തന്മാരെ പരിരക്ഷിക്കുവാൻ. ഇത് ഭഗവാന്റെ രണ്ടാമത്തെ കാരണം.
ഇനി മൂന്നാമത്തെ ഒരു കാരണം കൂടിയുണ്ട്. ഭഗവാൻ എപ്പോഴും ഭക്തന്മാരുമായിട്ട് രസങ്ങളിൽ ഏർപ്പെടും. അതായത് ഭഗവാൻ ഈ രസങ്ങളുടെ ഒരു ആധാരമാണ്. ഭഗവാൻ ഫുൾ ഓഫ് രസസ്. അപ്പോ ആ രസങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ഭക്തന്മാര് പലതരത്തിലുണ്ടല്ലോ. ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യം. അപ്പൊ ഈ ഭക്തന്മാരുമായിട്ട് ഉള്ള ഈ രസങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി ഭഗവാൻ ജനിച്ചു. ഭഗവാൻ അപ്പിയർ ചെയ്തു. അപ്പോ ദശരഥ മഹാരാജാവിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏത് രസമായിരിക്കും ഉണ്ടായിരുന്നത്? വാത്സല്യ രസം. സഖ്യരസം ആരുമായിട്ടായിരുന്നു? വിഭീഷണൻ അല്ലെങ്കിൽ സുഗ്രീവൻ ഇവരുമായിട്ട് സഖ്യരസം. മാധുര്യരസം സീതാമാതാവുമായിട്ട്. ദാസ്യരസം ആരായിരുന്നു? ആര് പറഞ്ഞ എന്താണ്? ഞാൻ ശ്രീരാമദാസനാണ്. ഹനുമാൻ. അപ്പൊ 3 കാരണങ്ങളുണ്ട്. ഇത് കൂടാതെ ഭഗവാന് ഒരു 4-മത്തെ ഒരു കാരണം കൂടി ഉണ്ടായി. അത് ഗോപ്യമായ കാരണങ്ങളാണ്. ഭഗവാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ 100 കണക്കിന് കാരണങ്ങളുണ്ടാവും. ഒരു കാരണമായിരിക്കില്ല, അതില് അനേകം കാരണങ്ങൾ അത് ഫുൾഫിൽ ചെയ്യാനായിരിക്കും ഭഗവാൻ ഇങ്ങനെ ഭഗവാന്റെ ലീലകൾ കൊണ്ടാടുന്നത്. അപ്പൊ അതുപോലെ 3-മത്തെ കാരണം കൂടാതെ ഒരു 4-മത്തെ കാരണം കൂടി ഉണ്ടായിരുന്നു. എപ്പോഴും ലക്ഷ്മി ദേവി ഭഗവാന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുക, എപ്പോഴും എനിക്ക് അങ്ങയുടെ കൂട്ടത്തിൽ എപ്പോഴും സേവകന്മാരുണ്ടായിരിക്കും, ഭക്തന്മാരുണ്ടാവും. എനിക്ക് തനിച്ചായിട്ട് ഭഗവാനെ സെർവ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തനിച്ച്, ഞാൻ അങ്ങയുടെ ഭാര്യയല്ലേ, മുഖ്യ സേവികയല്ലേ, എനിക്ക് തനിച്ച് ഭഗവാനെ സേവിക്കണം. എപ്പോഴും വൈകുണ്ഠത്തില് അനവധി ഭക്തന്മാരുണ്ട്. ഇനി ആരും ഇല്ലെങ്കിൽ പോലും ആരുണ്ട്? അനന്തശേഷന്റെ ഭഗവാൻ കിടക്കുന്ന ബെഡ് ഏതാണ്? ഭഗവാൻ എവിടെ കിടക്കുക? ഭഗവാൻ ഫുൾ ടൈം കിടക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെ കിടക്കുമ്പോ ഏറ്റവും നല്ല ബെഡ് വേണം അല്ലെ? ഏറ്റവും ബെസ്റ്റ് ബെഡാണ് ഭഗവാൻ കിടക്കുന്നത്, അനന്തശേഷൻ. അപ്പൊ ബാക്കിയുള്ള ബെഡ് അനങ്ങാതെ കിടക്കുന്ന ബെഡാണ്. അനന്തശേഷന്റെ ബെഡ് എങ്ങനെയായിരിക്കും? ഭഗവാൻ ഇങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അനന്തശേഷൻ നടത്തുമ്പോൾ ഭഗവാനും അതുപോലെ ഉയരുകയും താഴുകയും ചെയ്യും. ആക്റ്റീവ് ബെഡാണ്. അപ്പോ അനന്തശേഷൻ എപ്പോഴും ഉണ്ട് ഭഗവാന്റെ. അപ്പൊ ദേവിയുടെ ആഗ്രഹം എന്തായിരുന്നു? ലക്ഷ്മി ദേവിയുടെ ആഗ്രഹം എനിക്ക് തനിച്ച് ഭഗവാനെ സേവിക്കണം. അപ്പൊ ദേവി പറഞ്ഞു എന്തായാലും വൈകുണ്ഠത്തിൽ അതിന് പറ്റില്ല. പക്ഷെ ദേവി നോക്കുമ്പോ വിവാഹം കഴിച്ച വ്യക്തികള് അവര് ഭൂമിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവി പറയും ഒരു പണിയാണ്, നമുക്ക് രണ്ടുപേരും കൂടി എന്ത് ചെയ്യാം, നീ വൈകുണ്ഠത്തിൽ നടക്കത്തില്ല, ഇനിയുള്ള സ്ഥലം എവിടെയാ? ഭൂമിയിൽ. ஆதிதேவி யாருடா? பாலகிருஷ்ண வந்து வச்சிருக்காங்க. അപ്പോ നമുക്ക് എവിടെ പോവാം? ഭൂമിയിലേക്ക് പോകാം. പക്ഷേ അങ്ങനെ ദേവിയുടെ ഇഷ്ടപ്രകാരം അവർ ഭൂമിയിലേക്ക് വരികയാണ്. അപ്പൊ ഭൂമിയിലേക്ക് വന്ന സമയത്ത് സീതാദേവിയും ശ്രീരാമചന്ദ്രമൂർത്തിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് അയോധ്യയിൽ വന്ന സമയത്ത് ദശരഥന് ഇവരെ കൂടാതെ, ഈ 3 ഭാര്യമാരെ കൂടാതെ 350 ഭാര്യമാരുണ്ടായിരുന്നു.
അപ്പോ അവിടെ വെച്ചും ഇവർക്ക് ഒറ്റയ്ക്ക് വളരെ ഏകാന്തമായിട്ട് താമസിക്കാനുള്ള സ്ഥലമില്ല. എപ്പോഴും അവര് കൂട്ടത്തിലുണ്ടാവും. അവര് കണ്ണിലെ കൃഷ്ണമണികളെ പോലെയാണ് ശ്രീരാമചന്ദ്രമൂർത്തിയും സീതാദേവിയും കൊണ്ടുവന്നത്. അപ്പൊ അവിടെ ചെന്നിട്ടും സീതാദേവിക്ക് ഒരുമിച്ച് ശ്രീരാമ ഭഗവാനെ സേവിക്കാൻ അവസരം കിട്ടിയില്ല. ഓക്കെ, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ വീണ്ടും കാരണമുണ്ട്. അപ്പോ ശ്രീരംഗനാഥൻ എന്നും പറഞ്ഞിട്ട് ബ്രഹ്മദേവന്റെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ആ വിഗ്രഹം ബ്രഹ്മദേവൻ സത്യലോകത്ത് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ബ്രഹ്മദേവൻ ആ വിഗ്രഹത്തിന് ആരാധന നടത്തിക്കൊണ്ട് കഴിഞ്ഞപ്പോ കുറെ നാൾ കഴിഞ്ഞപ്പോ സൂര്യവംശത്തിലെ വേറൊരു രാജാവ് കുറെ വർഷങ്ങള് ഈ ശ്രീവിഗ്രഹം സേവിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, ഇത് കുറച്ചു നാളത്തേക്കെങ്കിലും ഭൂമിയിലേക്ക് കൊണ്ടുവരണം. ബ്രഹ്മദേവനാണെങ്കിൽ ശ്രീരംഗനാഥനെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആരാധിക്കും. ഈ മഹാരാജാവനാണെങ്കിൽ ഈ വിഗ്രഹം ഭൂമിയിലേക്ക് കുറച്ച് നാൾ തന്റെ കൂട്ടത്തിൽ, താൻ ഭൂമിയിലേക്ക് പോവുകയാണ്, അപ്പൊ തന്റെ കൂട്ടത്തിൽ അവിടെ വരും. അപ്പൊ അതെങ്ങനെ ശരിയാവും? ബ്രഹ്മദേവനെ വർഷിപ്പ് ചെയ്യണം, ഇക്ഷ്വാകു മഹാരാജാവിനും ഈ വിഗ്രഹത്തിനെ സേവിക്കണം. എന്ത് ചെയ്യും? അപ്പോ ഭഗവാനോട് പ്രാർത്ഥിച്ചു, അങ്ങ് കുറച്ചു നാള് ഭൂമിയിലേക്ക് വരണമെന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒരു പണി ചെയ്യാം. ബ്രഹ്മദേവൻ രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ പൂജ വരെ ഉള്ള സമയം ഞാൻ ഭൂമിയിലേക്ക് പോയി ആ പൂജ കഴിയുമ്പോൾ തിരിച്ചു വരാം. പക്ഷെ ബ്രഹ്മദേവന്റെ ഒരു ദിവസം എത്ര വർഷമാണ് നമ്മുടെ ഭൂമിയിൽ? സഹസ്രയുഗ പര്യന്തം, അല്ലെ? അപ്പോ ശ്രീരംഗനാഥൻ കുറച്ച് വർഷത്തേക്ക് ഭൂമിയിലേക്ക് വന്നതാണ്. നമ്മൾ ശ്രീരംഗ ക്ഷേത്രം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആരെങ്കിലും പോയിട്ടുണ്ടോ ശ്രീരംഗ ക്ഷേത്രത്തിൽ? ശ്രീരംഗനാഥനെ കാണാനായിട്ട് പോയിട്ടുണ്ടോ, അല്ലെ? കുറച്ച് വർഷം, ഇനി ബ്രഹ്മദേവന്റെ ഉച്ച സമയമാകുമ്പോൾ ശ്രീരംഗനാഥൻ തിരിച്ചു പോകും. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ദശരഥ മഹാരാജാവ് അങ്ങനെ ഇക്ഷ്വാകു കുലത്തിലുള്ള എല്ലാവരും ആരാധിച്ചു കഴിഞ്ഞപ്പോ ആരാധനയ്ക്ക് കുറച്ചു കുറവ് സംഭവിച്ചു. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, ഇനി ഞാൻ തന്നെ വന്ന് കാണിച്ചു കൊടുക്കാം എങ്ങനെ എന്നെ വർഷിപ്പ് ചെയ്യണം. ശ്രീരംഗനാഥനും ശ്രീരാമചന്ദ്രമൂർത്തിയും ഒരേപോലെയാണത്രേ. പലപ്പോഴും സീതാദേവി അല്ലെങ്കിൽ ഓരോ ഭക്തന്മാര് ശ്രീരംഗനാഥനെ നോക്കിയിട്ട് രാമചന്ദ്രമൂർത്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരേ തരത്തിലുള്ള കണ്ണ്, ഒരേ തരത്തിലുള്ള മുഖം. അപ്പോ എങ്ങനെ ശ്രീരംഗനാഥന് സ്വയം സേവിക്കണം എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ശ്രീരാമചന്ദ്രമൂർത്തി അവതരിച്ചത്. അപ്പൊ ഇപ്പൊ എത്ര കാരണങ്ങളായി ഭഗവാൻ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, ഭൂമിയിലേക്ക് വരാനായിട്ട്? ആർക്ക് പറയാം? അഞ്ച് കാരണങ്ങളായി, അല്ലെ? വെരി ഗുഡ്. ഓക്കെ, അപ്പോ മെയിൻ കാരണങ്ങളും പിന്നെ വേറെ സബ് കാരണങ്ങൾ. ഓക്കെ, അപ്പോ അങ്ങനെ ഭഗവാൻ അവതരിച്ചതിന് ശേഷം കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് ഇവര് കരച്ചില് തുടങ്ങി അത്ര ഒരു ദിവസം. അപ്പൊ എത്രയൊക്കെ ചെയ്തിട്ടും കുട്ടികളെ കരച്ചില് നിർത്തണില്ല. അപ്പോ വസിഷ്ഠൻ വന്നിട്ട് നോക്കുമ്പോ ഓരോ കുട്ടിയും ഓരോ തൊട്ടിൽ ഇങ്ങനെ കിടക്കുക. ആദ്യം ശ്രീരാമചന്ദ്രമൂർത്തി, അടുത്ത തൊട്ടില് ഭരതൻ, അതിന്റെ അടുത്ത തൊട്ടില് ലക്ഷ്മണൻ, അടുത്ത ലാസ്റ്റ് തൊട്ടില്
ശത്രുഘ്നൻ. അപ്പൊ കുറെ നോക്കിയിട്ടും അമ്മമാരെല്ലാം കുറെ ട്രൈ ചെയ്തിട്ടും ഇവര് കരച്ചിൽ നിർത്തണേ. അപ്പൊ വസിഷ്ഠൻ വന്ന് നോക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ തൊട്ടില് റീഅറേഞ്ച് ചെയ്തു. രാമന്റെ തൊട്ടിലിനടുത്ത് ലക്ഷ്മണനെ വെച്ചു. എന്നിട്ട് ഭരതന്റെയും ശത്രുഘ്നെയും തൊട്ടില് അടുത്ത് വെച്ചു. അപ്പൊ കരച്ചിൽ വളരെയധികം കുറഞ്ഞു. പക്ഷെ പിന്നെയും കരയുന്നുണ്ട് കുട്ടികൾ. അപ്പോ വസിഷ്ഠ മഹർഷി എന്ത് ചെയ്തു, ശ്രീരാമചന്ദ്രമൂർത്തിയുടെ തൊട്ടില് ലക്ഷ്മണനെയും കിടത്തി. അപ്പൊ അവരുടെ കരച്ചില്. അതേപോലെ ഭരതന്റെ തൊട്ടില് ആരെ കിടത്തി, ശത്രുഘ്നെയും കിടത്തി. അപ്പോ കുട്ടിക്കാലം മുതൽ തന്നെ ഇവര് തമ്മില് വളരെയധികം സ്നേഹമാണ്. ശ്രീരാമചന്ദ്രമൂർത്തിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ലക്ഷ്മണൻ എപ്പോഴുമാണ്. കളിക്കാനാണെങ്കിലും ശരി, പ്രസാദം കൊടുക്കുകയാണെങ്കിലും ശരി, ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഒരു പഴം കൊടുത്തു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രമൂർത്തി ലക്ഷ്മണനും പഴം കൊടുക്കുന്നവരെ വെയിറ്റ്. ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ചപ്പാത്തി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹവും ലക്ഷ്മണനിക്ക് ചപ്പാത്തി കിട്ടാനായിട്ട് വെയിറ്റ്. അതേപോലെയായിരുന്നു ശത്രുഘ്നനും ഭരതനും. അങ്ങനെ ഇവര് കുട്ടിക്കാലം അവരിങ്ങനെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആണ് നമ്മൾ അവർക്ക് ശിക്ഷണം നൽകേണ്ടത്. വലുതായി കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ശിക്ഷണം നൽകണം. അപ്പോ ദശരഥ മഹാരാജ് വിചാരിക്കും ഇനി ഇവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട സമയമായി. അപ്പൊ അദ്ദേഹം ഇവരെ 4 പേരെയും കൊണ്ട് വസിഷ്ഠന്റെ ഗുരുകുലത്തിൽ കൊണ്ട് ചേർക്കും. വസിഷ്ഠ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ കൊണ്ട് ചേർക്കും. അപ്പോ വസിഷ്ഠ മഹർഷി ഈ കുട്ടികളുമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോ ദശരഥ മഹാരാജ് ആണെങ്കിൽ കുട്ടികളെ ചേർത്തിട്ട് ദശരഥ മഹാരാജ് ഇങ്ങനെ നോക്കിയിരിക്കണം എന്താണ് കുട്ടികൾ ചെയ്യണം. വസിഷ്ഠ മഹർഷി അദ്ദേഹത്തിനോട് പറയും, അല്ല ഇവിടുത്തെ അഡ്മിഷനൊക്കെ കഴിഞ്ഞു, ഇനി ദശരഥ മഹാരാജാവിന് പോകാം. ദശരഥ മഹാരാജ് ചോദിച്ചു, ഞാൻ എന്തിനാ പോണ? ഒരു രാജാവിന്റെ അധികാരമാണ് തന്റെ കുട്ടികൾ പഠിക്കുന്നത് കാണുക എന്നുള്ളത്. ഞാൻ ക്ഷത്രിയനാ, ഞാൻ എന്റെ കുട്ടികൾ പഠിക്കുന്ന കാണാൻ വേണ്ടി വന്നിരിക്കും. അപ്പൊ വസിഷ്ഠ മുനി പറഞ്ഞല്ല, അങ്ങ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കത്തില്ല. അങ്ങ് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാലേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ദശരഥ മഹാരാജ പറഞ്ഞു, എന്നാലും മഹർഷി എനിക്ക് കൂടി കാണണം. പറഞ്ഞു, സാധാരണഗതിയിൽ ഇതാണ് നാട്ടു നടപ്പ്. വസിഷ്ഠമുനി ചോദിച്ചു, പായസം കഴിച്ചിട്ടല്ലേ കുട്ടികൾ നിങ്ങൾക്ക് ജനിച്ചത്? ഇതൊരു സ്പെഷ്യൽ കേസ് അല്ലേ? അതേപോലെ ഈ സ്പെഷ്യൽ കേസിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. കാര്യം വസിഷ്ഠ മഹർഷിയുടെ ആഗ്രഹമായിരുന്നു തനിക്ക് ഭഗവാനെ സേവിക്കണം. ഭഗവാന്റെ ഭക്തനായിരുന്നു വസിഷ്ഠ മുനി. അതുകൊണ്ട് ഗുരുവിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നതെങ്കിലും ഭഗവാനെ സേവിക്കുക, ഇതായിരുന്നു വസിഷ്ഠ മുനിയുടെ ആഗ്രഹം. പക്ഷേ ദശരഥ മഹാരാജ് നിൽക്കുമ്പോ എങ്ങനെയാണ് ഈ കുമാരന്മാരെ സേവിക്കുക? ഭഗവാനെ മുന്നിൽ കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഭഗവാൻ നിങ്ങളുടെ അടുത്തേക്ക് വരിക, ആദ്യം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഹായ് ഭഗവാൻ, അങ്ങനെ ചെയ്യുക? പിന്നെന്താ ചെയ്യുക? ഭഗവാനെ കാണുമ്പോ നമ്മൾ എന്താ ചെയ്യുക? സുഖാണോ ഭഗവാനെ? ഇല്ല. പിന്നെന്ത് ചെയ്യും നമ്മള്? നമ്മൾ നമസ്കരിക്കും. അതെ, ആദ്യം കാണുമ്പോൾ ഭഗവാനെ നമസ്കരിക്കും. ധ്രുവ മഹാരാജാവ് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടല്ല ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ പ്രത്യക്ഷനായപ്പോൾ ധ്രുവ മഹാരാജന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്തായിരുന്നു?
ഭഗവാനെ നമസ്കരിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്തായിരുന്നു? ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിക്കണം. അപ്പൊ കുട്ടിയായിരിക്കുന്ന ധ്രുവ മഹാരാജിന് തോന്നുകയാണ് ഭഗവാനോട് പ്രാർത്ഥനകൾ അർപ്പിക്കണം. പക്ഷെ അദ്ദേഹത്തിന് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ അറിയില്ല. അമ്മ എന്താ പറഞ്ഞു കൊടുത്ത? നീ ഭഗവാന് വനത്തിലുണ്ടാവും, കാട്ടിലേക്ക് ചെന്നാ മതി, അവിടെ ഉണ്ടാവും. ഗുരുവായ നാരദ മുനി ഓം നമോ ഭഗവതേ വാസുദേവ മന്ത്രവും പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥനകൾ അർപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴും ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് പ്രാർത്ഥനകൾ അർപ്പിക്കാനുള്ള ആഗ്രഹം. അപ്പൊ ഭഗവാന് മനസ്സിലായി, ഇവൻ എന്താണ് എന്നിൽ പ്രാർത്ഥനകൾ അർപ്പിക്കണം. അപ്പൊ ഭഗവാനെ കാണുമ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിക്കും. അതുപോലെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയും ഭഗവാനെ കാണുമ്പോൾ നമ്മൾ വെൽക്കം ചെയ്യുക ഭഗവാനെ. ദ്വാരകാവാസികള് അവരെപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ എപ്പോഴെങ്കിലും ഭഗവാൻ ദ്വാരകയിൽ നിന്ന് ഹസ്തിനാപുരത്തിൽ പോകും. ഹസ്തിനാപുരത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഭഗവാനെ കാണുമ്പോൾ അവരെല്ലാരും വന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥനകൾ അർപ്പിക്കും. ഭഗവാന് ഗിഫ്റ്റ് കൊടുക്കും. എപ്പോഴും അവര് അയ്യോ എല്ലാ ദിവസം കാണാനല്ലേ എന്ന് വിചാരിക്കത്തില്ല. ഭഗവാന് എന്തെങ്കിലും ഗിഫ്റ്റുകളും അവര് അർപ്പിക്കും. അപ്പോ ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത് എപ്രകാരമാണോ സൂര്യന് വിളക്ക് കാണിക്കുന്നത് അതേപോലെ ദ്വാരവാസികള് അവരുടെ ഗിഫ്റ്റുകൾ അർപ്പിച്ചു എന്നാണ്. അപ്പൊ ഇതാണ് ഭഗവാനെ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാനെ നമസ്കരിക്കുക, ഭഗവാനെ പ്രാർത്ഥനകൾ അർപ്പിക്കുക. എന്ത് പ്രാർത്ഥനകളാണ്? നാളെ അവധി ആയിരിക്കണേ, ഒരാഴ്ച ഭയങ്കര മഴയായിരിക്കണേ, ആ പ്രാർത്ഥനകളാണ് അർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പോകണ്ടല്ലോ. ഭഗവാനെ പ്രകീർത്തിക്കുന്ന പ്രാർത്ഥനകൾ അർപ്പിക്കും. അപ്പൊ എവിടെ അറിയാൻ പറ്റും? ധ്രുവ മഹാരാജാവിനെ ഭഗവാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട്. ആ സമയത്ത് ധ്രുവ മഹാരാജാവ് പ്രാർത്ഥനകൾ ചൊല്ലി. ശ്രീമദ് ഭാഗവതം നോക്കിക്കഴിഞ്ഞാല് ശ്രീമദ് ഭാഗവത്തിലും അനവധി പ്രാർത്ഥനകളുണ്ട് ഭഗവാൻ അർപ്പിക്കുന്നു. കുന്തിയുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ ഓരോ സമയത്തും ഭക്തന്മാരുടെ പ്രാർത്ഥന, പ്രഹ്ലാദ സ്തുതി, ഉത്തര പ്രാർത്ഥിക്കുന്നു, അർജുനൻ പ്രാർത്ഥിക്കുന്നു, ഒട്ടനവധി പ്രാർത്ഥനകളുണ്ട്. ശ്രീമദ് ഭാഗവതം എല്ലാ സ്കന്ധങ്ങളും നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ കാണാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് ആശ്രയിക്കാം? ശ്രീമദ് ഭാഗവത്തിനെ ആശ്രയിക്കാം. ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളും ഭഗവാനെ കാണാൻ പോകുമ്പോൾ, നമ്മൾ ഭഗവാനെ ക്ഷേത്രത്തിൽ കാണാൻ പോകുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഇല്ലെങ്കിലും ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമസ്കരിക്കുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യണം. പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ഭഗവാനെ എനിക്ക് ഇത് വേണം അത് വേണമെന്നല്ല. പ്രാർത്ഥനകൾ അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തന്മാര് ഭഗവാനെ പ്രകീർത്തിക്കുന്നത്, അത് നമ്മൾ ചൊല്ലണം. ചെറിയ പ്രാർത്ഥനകളുണ്ട്, വലിയ പ്രാർത്ഥനകളുണ്ട്. അപ്പൊ വസിഷ്ഠ മുനിക്ക് ശ്രീരാമചന്ദ്രമൂർത്തി ഇവരെല്ലാവരെയും അടുത്ത് നമസ്കരിക്കണം. പക്ഷെ ദശരഥ മഹാരാജാവ് നിൽക്കുമ്പോൾ നമസ്കരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ദശരഥ മഹാരാജാവിനോട് പൊക്കോളാൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം കൈകൾ കൂപ്പിക്കൊണ്ട് അദ്ദേഹം ഇവർക്ക് 4 പേരുടെ ചുറ്റിനും അദ്ദേഹം പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ, നീ എനിക്ക് എന്ത് നൽകി? എനിക്ക് ബുദ്ധിയും ഈ ജ്ഞാനവും നൽകി. അങ്ങ് ദയവായിട്ട് എന്നെ അനുഗ്രഹിക്കണം. എന്തിനാണ്? ഞാൻ അങ്ങയാൽ നേടിയ സാധനങ്ങളെല്ലാം തിരിച്ച് അങ്ങയ്ക്ക് തരാനായിട്ട്. അങ്ങനെ അങ്ങ് എന്നെ അനുഗ്രഹിക്കണം.
നമ്മൾ ഗംഗയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഗംഗയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഗംഗയിൽ നിന്ന് നമ്മൾ വെള്ളം എടുത്തിട്ട് ഗംഗയ്ക്ക് തന്നെ കൊടുക്കും, അല്ലേ? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളായിട്ട് കൊണ്ടുവന്നതല്ല, ഗംഗയിലെ വെള്ളം എടുത്ത് നമ്മൾ ഗംഗയ്ക്ക് അർപ്പിക്കും. ഇതേപോലെ വസിഷ്ഠ മഹർഷി പറഞ്ഞു, അങ്ങ് എനിക്ക് നൽകിയത് ഞാൻ തിരിച്ച് അങ്ങയ്ക്ക് നൽകിയാണ്. അങ്ങനെ ഭഗവാനെ പ്രകീർത്തിച്ചതിന് ശേഷം വസിഷ്ഠ മഹർഷി ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോ നമ്മൾ ജനിക്കുകയാണെങ്കിൽ നമ്മളും വിദ്യ അഭ്യസിക്കണം. വിദ്യ അഭ്യസിക്കാനായിട്ട് നമ്മൾ ഗുരുവിനെ സ്വീകരിക്കണം, ഗുരുവിനെ ആശ്രയിക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് പല പല തരത്തിലുള്ള ഗുരുക്കന്മാരെ നമുക്കുണ്ടാവും. ഇപ്പോ സ്കൂളിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനായിട്ടുള്ള ഗുരുക്കന്മാരുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ ഭഗവാനെ ആരാധിക്കണം എന്ന് പറയാനായിട്ടുള്ള ഭക്തന്മാരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് പറയാനായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഗുരുക്കന്മാരുണ്ടാവും. അപ്പൊ ഗുരുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവാനുമായിട്ട്, അപ്പൊ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഗുരുക്കന്മാർ. ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ. കാരണം അദ്ദേഹത്തിൽ നിന്നാണ്, ഭഗവാനിൽ നിന്നാണ് എല്ലാ ജ്ഞാനവും ഉണ്ടാവുന്നത്. പക്ഷെ ഭഗവാനും നമുക്ക് കാണിച്ചു തരികയാണ്, നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ ഗുരുവിനെ സ്വീകരിക്കണമെന്ന്. അപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് ആധ്യാത്മികമായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം നേടണമെന്നുണ്ടെങ്കിൽ അവർക്കും ആധ്യാത്മികമായിട്ടുള്ള ഒരു ഗുരു ഉണ്ടാവും, സ്പിരിച്വൽ മാസ്റ്റർ. ഗുരു ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഭഗവാനെ സ്വീകരിക്കാൻ പറ്റില്ല, ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റില്ല. അപ്പോ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗുരു അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ വൈഷ്ണവ ആചാര്യൻ ആയ ശ്രീല രൂപ ഗോസ്വാമി എന്ന് പറയുന്ന ഭക്തൻ, അദ്ദേഹം പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ അംഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഗുരുപാദാശ്രയ, ഗുരുവിന്റെ പാദം സ്വീകരിക്കുക. ഗുരുവിന്റെ പാദം സ്വീകരിക്കുന്നതാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ ആദ്യത്തെ പടി. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തിയും നമുക്ക് കാണിച്ചു തന്നതാണ് എന്താണ്, നമുക്കെല്ലാവർക്കും ഒരു ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ ആശ്രയിക്കണം. ഓക്കെ, ആധ്യാത്മികമായിട്ടുള്ള ഗുരുവാണ് നമുക്ക് കൃഷ്ണനെ കാണിച്ചത്. അടുത്തന്നെ വിഷു വരികയല്ല അല്ലെ? വിഷു വരുന്ന ദിവസം എന്താ വീട്ടിലുള്ളവർ ചെയ്യുന്നത്? ഉറങ്ങുന്ന സമയത്ത് നമ്മളെ കണ്ണുപൊത്തി കൊണ്ടുപോയി ഭഗവാന്റെ ദർശനം തരും അല്ലെ? ഇതേപോലെയാണ് ഗുരു. നമ്മൾ കണ്ണടച്ച് കിടക്കുകയായിരിക്കും, ഗുരു നമുക്ക് ഭഗവാന്റെ ദർശനം നൽകും. ഇതാണ് ഗുരുവിന്റെ ഡ്യൂട്ടി. അപ്പൊ ഗുരുവിനെ ആശ്രയിക്കുന്നവർക്ക് എല്ലാവർക്കും അവസാനം ഭഗവാന്റെ ദർശനം കിട്ടണം. ഇതാണ് ഗുരുവിന്റെ ആഗ്രഹം. പക്ഷെ അതിന് നാം എന്ത് ചെയ്യണം? ഗുരു എന്താണോ നിർദ്ദേശിക്കുന്നത് നമ്മൾ അത് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടൊരു ഗുരുവുണ്ട്. നമുക്കെല്ലാവർക്കും ഇസ്കോണില് നമുക്കെല്ലാവർക്കും ഒരു ആദ്യ ഗുരുവുണ്ട്. ആരാണത്? ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദിനെ കൂടാതെ നമുക്ക് അദ്ദേഹം നമ്മുടെ എല്ലാം ശിക്ഷാ ഗുരുവാണ്. അപ്പോ നമ്മൾ ശ്രീല പ്രഭുപാദയുടെ പുസ്തകങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ മെയിൻ ഗുരു ശിക്ഷാ ഗുരു ശ്രീല പ്രഭുപാദ്. അതുകൂടാതെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമുക്ക് അനവധി ഗുരുക്കന്മാരുണ്ടാവും.
ഓക്കെ, അങ്ങനെ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തില് ഇവര് വിദ്യ അഭ്യസിക്കാൻ തുടങ്ങി. പക്ഷെ എന്താണോ വസിഷ്ഠ മഹർഷി പറയുന്നത് ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ ഇവരത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അതുകൊണ്ട് ഇവർക്ക് ഹോംവർക്ക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഒരു പ്രാവശ്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അവരത് പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഇവര് വിദ്യയെല്ലാം അഭ്യസിച്ചതിന് ശേഷം ശ്രീരാമചന്ദ്രമൂർത്തി അവരെ കുട്ടി ഇപ്പൊ രാമായണത്തില് നമ്മൾ കൃഷ്ണ ഭഗവാന്റെ കഥ നമ്മൾ ലീല നോക്കുകയാണെങ്കിൽ അനവധി കുട്ടിക്കാലത്തിലെ കഥകളുണ്ടാകും. പക്ഷെ രാമായണത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഭഗവാന്റെ അധികം ബാല്യലീലകളില്ല. വളരെ കുറച്ചേ ഉള്ളൂ. കൃഷ്ണന്റെ കാര്യത്തില് ബാല്യലീല കുറേ ഉണ്ട്. കാര്യം ശ്രീരാമചന്ദ്രമൂർത്തി വന്നത് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാനാണ്. അപ്പോ കുട്ടികൾ വലുതായി, അവര് കൗമാരപ്രായമെത്തി. അങ്ങനെ ഇരിക്കെ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു വിസിറ്റർ വരും. ഒരു സ്പെഷ്യൽ വിസിറ്റർ ഉണ്ട്. അപ്പോ ഒരു ദിവസം രാജാവ് ദശരഥ മഹാരാജാവ് തന്റെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഗാർഡ്, ഒരു സേവകൻ ഓടി വന്നിട്ട് പറയും, ഒരു ഋഷിവര്യൻ വളരെ ശക്തനാണ്, കണ്ണുകളിൽ നിന്നും തീ പാറുന്ന പോലെയുള്ള ആ അദ്ദേഹം അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. രാജാവ് ചോദിക്കും, ആരാണ്? അപ്പൊ പറഞ്ഞ്, അദ്ദേഹം ഗാദിയുടെ പുത്രനാണ്, വിശ്വാമിത്രനാണെന്ന് പറയും. വിശ്വാമിത്രനാണ് വന്നിരിക്കണം എന്ന് പറയുമ്പോൾ ദശരഥ മഹാരാജാവ് ഉടനെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി ഓടാൻ തുടങ്ങും. എന്തിനാണ്? വിശ്വാമിത്ര മഹർഷിയെ വെൽക്കം ചെയ്യാനായിട്ട്. കാരണം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വിസിറ്ററായിരുന്നു. വിശ്വാമിത്രൻ വസിഷ്ഠ മഹർഷിയുടെ ഒരു പഴയ സുഹൃത്തായിരുന്നു. സുഹൃത്താകുന്നതിന് മുന്നേയും കുറച്ച് കഥകളുണ്ടായിരുന്നു. അപ്പോ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നമുക്കത് കേൾക്കാം. അപ്പോൾ ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ സ്വീകരിക്കാനായിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഓടും. രാജാവാണെങ്കിലും ശ്രേഷ്ഠരായ വ്യക്തികള് നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നമ്മള് അവരെ സ്വീകരിക്കുക നമ്മുടെ ഒരു ധർമ്മം. നമ്മുടെ വീട്ടില് ഭക്തന്മാര് വരുമ്പോൾ നമ്മൾ അവരെ സ്വാഗതം ചെയ്യണം. ഭഗവാൻ കൃഷ്ണന് ഒരു ബ്രാഹ്മണ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ദ്വാരകയിൽ വെച്ചിട്ട്. രുക്മിണി ദേവി ഒരു ബ്രാഹ്മണനെ അയക്കുന്നുണ്ട് ഭഗവാന്റെ അടുത്തേക്ക്. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് ബ്രാഹ്മണനെ അയക്കുന്ന സമയത്ത് ഭഗവാൻ ആ ബ്രാഹ്മണനെ വെൽക്കം ചെയ്യുന്നുണ്ട്. വെൽക്കം ചെയ്ത് ആദ്യം അദ്ദേഹത്തിന് എല്ലാം സേവിച്ചതിന് ശേഷം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ചോദിക്കുന്നത് എന്തിനാ വന്നത്. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്, എങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ളവരെ വെൽക്കം ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം വിശ്വാമിത്ര മഹർഷിനെ കണ്ടു കഴിഞ്ഞപ്പോ വിശ്വാമിത്ര മഹർഷി ഇദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? ദശരഥ മഹാരാജാവേ, അങ്ങയുടെ ശത്രുക്കളെ അങ്ങ് കോൺകർ ചെയ്തോ എന്നാ ചോദിക്കുന്നു. രക്ഷ അങ്ങയുടെ ശത്രുക്കളെ കീഴടക്കൂ എന്നാ ചോദിക്കുന്നു. ശത്രുക്കളെ കീഴടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ശത്രുക്കളുമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇന്റേണൽ ആയിട്ടുള്ള ശത്രുക്കളുണ്ട്.
വീടിനകത്തുള്ള ശത്രുക്കളാണോ ഏറ്റവും ഡേഞ്ചറസ്, വീടിന് പുറത്തുള്ള ശത്രുക്കളാണോ? നിങ്ങൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? കൊട്ടാരം ആക്രമിക്കാനായിട്ട് വരുമ്പോ അവരുടനെ വലിയ കുറെ ഫോർട്ടൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി. പക്ഷെ ശത്രു അകത്താണെങ്കിലോ ശത്രുവിന് ഈസി ആയിട്ട് നമ്മൾ കോൺക്വർ ചെയ്യാം അല്ലെ? നമ്മുടെ ഉള്ളിലും നമുക്ക് പുറത്തും ശത്രുക്കളുണ്ട്. നമ്മളെ കൃഷ്ണാബോധത്തിൽ നിന്നും വഴിതെറ്റിക്കുവാനായിട്ടും ഉള്ള ശത്രുക്കളുണ്ട്. നമ്മുടെ ഉള്ളിലും ശത്രുക്കളുണ്ട്. ആരൊക്കെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശത്രുക്കൾ? ഏറ്റവും വലിയ ശത്രുവാണ് അലസത. എന്താണ് അലസത എന്ന് പറഞ്ഞാൽ? ലേസിനെസ് ശത്രുവാണോ? ആർക്കെങ്കിലും അറിയോ എന്താണ് ലേസിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾക്ക് ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ആരും ലേസി അല്ല. അലസത നമ്മുടെ ഏറ്റവും വലിയ ശത്രു. എന്താണ് അലസത? മടി. കേട്ടില്ല. ബാഡിയാ? മടി. മടി. ഓക്കെ. മടി നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ശത്രുവിനെ കീഴടക്കണത്? എങ്ങനെ കീഴടക്കാൻ പറ്റും? നിങ്ങള് മടിയുടെ ഫ്രണ്ടാണോ അതോ മടിയുടെ ശത്രുവാണോ? മടി നിങ്ങളുടെ ശത്രുവാണോ ഫ്രണ്ടാണോ? ചില സമയത്തൊക്കെ ഫ്രണ്ട് ആയിരിക്കും അല്ലെ? മടിയുടെ ലക്ഷണം എന്താണ്? നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങള് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. അതാണ് മടിയുടെ ലക്ഷ്യം. അപ്പൊ മടീനെ നിങ്ങൾക്ക് എങ്ങനെ കോൺകർ ചെയ്യാൻ പറ്റും? ഹരേ കൃഷ്ണ, എങ്ങനെയാ നമ്മൾ മടിയെ കോൺകർ ചെയ്യുന്നത്? എങ്ങനെയാ മടിയെ തോൽപ്പിക്കുന്നത്? സൺഡേ മോർണിംഗ് ക്ലാസ്സിലിരിക്കാൻ എനിക്കൊരു മടിയാണ്. രാവിലെ സൺഡേ അല്ലേ, ഇച്ചിരി നേരം കുറച്ച് കൂടുതലൊക്കെ കിടന്നുറങ്ങാമല്ലോ. എങ്ങനെ ഞാൻ ആ മടിയെ കോൺകർ ചെയ്യും? അല്ലെങ്കിൽ എക്സാം എടുത്തു പഠിക്കാൻ എനിക്ക് കഴിയില്ല, ഇച്ചിരി മടി. എവിടെയായി മടി വരുന്നത്? നമ്മുടെ മനസ്സിലാണ് അല്ലെ? അപ്പൊ എങ്ങനെ ഈ മടിയെ നമുക്ക് തോൽപ്പിക്കാം? ആർക്കെല്ലാം അറിയാം എങ്ങനെ തോൽപ്പിക്കാം? എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അത് ചെയ്യാതിരിക്കുക, മടി ജയിക്കുന്നത്. അതിനെ എങ്ങനെ കോൺകർ ചെയ്യാം നമുക്ക്? നമ്മൾ മനസ്സിനോട് പറയുക, ഞാൻ 1 മിനിറ്റ് ഞാൻ എഴുതാട്ടോ, അത് കഴിഞ്ഞ് ഞാൻ ചെയ്യത്തില്ല. അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ മടി പറയും, കുറച്ചു നേരം കളിക്കാം അല്ലെങ്കിൽ വെറുതെ ഇരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിനോട് പറയാം, 5 മിനിറ്റേ ഞാൻ പഠിക്കത്തുള്ളൂ, അതിൽ കൂടുതലില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ മടിയാണ്. അപ്പൊ നിങ്ങൾ മാല എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ വിചാരിക്കും, ഞാനൊരു 10 തവണ ജപിക്കാം. ഞാൻ ഫുൾ ഒരു മാല ജപിക്കത്തില്ല. ഞാൻ എന്ത് ചെയ്യും? മാല എടുത്തിട്ട് 10 തവണ ജപിക്കാം. പക്ഷെ 10 തവണ ഞാൻ നന്നായിട്ട് ജപിക്കും. അപ്പൊ മനസ്സും വിചാരിക്കും, ശരിയാണല്ലോ, 10 തവണയല്ലേ, അവൻ ജപിച്ചോട്ടെ. പക്ഷെ നമ്മൾ നന്നായിട്ട് 10 തവണ ജപിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മാല ജപിക്കാൻ പറ്റും. വലിയൊരു സംഭവം നമ്മൾ മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സ് മടി പിടിക്കും. അപ്പൊ നമ്മൾ മനസ്സിന് എങ്ങനെ കൊടുക്കണം? അത് കുറച്ചായിട്ട് കൊടുക്കും. എനിക്ക് പരീക്ഷയ്ക്ക് 10 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ മനസ്സിനോട് പറയണം, 10 ഞാൻ പഠിക്കത്തില്ല, ഞാൻ ഇപ്പൊ 1 പേജ് പഠിക്കാൻ പോകും.
അപ്പൊ മനസ്സ് പറയാം ആ ഒരു പേജല്ലേ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ചെറുതാക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുതാക്കി മനസ്സിന് കൊടുക്കുമ്പോൾ മനസ്സിനും മടിയുണ്ടാവില്ല. മനസ്സ് പറയാം ആ ഓക്കെ ഇത്രയല്ലേ ഉള്ളൂ, 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്. പകരം നിങ്ങൾ വിചാരിക്കണം ഇന്ന് ദിവസം മുഴുവനും ഞാൻ കുത്തിയിരുന്ന് പഠിക്കണം എന്ന് വിചാരിക്കും. മനസ്സ് പറയാം അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോ മടി അല്ലെങ്കിൽ അലസത നമ്മുടെ ശത്രുവാണ്. അപ്പൊ ഈ ശത്രുവിനെ നമ്മൾ കീഴടക്കാൻ നമ്മൾ പല മാർഗങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാം. അതിൽ ഒരു മാർഗമാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെറുതാക്കി മനസ്സിന് കൊടുക്കുക. ഓക്കെ, അപ്പോ വിശ്വാമിത്ര മഹർഷി ചോദിച്ച ചോദ്യം ഇതാണ്. എന്താണ് ആദ്യത്തെ ചോദ്യം? നീ നിന്റെ ശത്രുക്കളെ എല്ലാം നീ ജയിക്കാറുണ്ടോ ആണ് ആദ്യത്തെ ചോദ്യം. അപ്പോ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഇന്റേണൽ എനിമീസും ഉണ്ട്, എക്സ്റ്റേണൽ എനിമീസും ഉണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇന്റേണൽ എനിമി ഒരാള് ആരാണ്? അലസത അല്ലെങ്കിൽ മടിയാണ്. അപ്പൊ ഹരേ കൃഷ്ണ, നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? അമൃതേഷിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. മടിയുണ്ടോ അമൃതേഷിന്? ചെറുതായിട്ടല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോ ആർക്കും സംശയമില്ലെങ്കിൽ നമുക്ക് നിർത്താം, ക്ലാസ് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ, താങ്ക് യു സോ മച്ച്. शिल प्रभुपाद की जय, शिल गुरुदेव की जय, अनंत कोटि वैष्णव वृंद की जय। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. Thank you, Hare Krishna. Thank you so much. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ബ്രോ താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്രവണ കീർത്തൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി, വളരെ നന്ദി. താങ്ക് യു പ്രഭുജി. ദണ്ഡവത് പ്രണാം. പ്രഭു ഇറങ്ങിയോ? പ്രഭു ഉണ്ടോ? പ്രഭു പോയി, പ്രഭു ലീവായി, പ്രഭു ലീവായി. ഓക്കെ ഓക്കെ. പ്രിയപ്പെട്ട നമ്മുടെ പിള്ളേരെ, ദയവായി ഇതൊരു സീരിയസ് ആയിട്ട് ഒരു ക്ലാസ് ആയി നിങ്ങൾ ഓരോരുത്തരും എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാല് നമുക്ക് മാതാപിതാ ഗുരുദൈവം. അപ്പൊ മാതാവിന്റെ യഥാർത്ഥ ഡ്യൂട്ടി അച്ഛന്റെ അടുത്ത് മക്കളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഒരു അച്ഛന്റെ യഥാർത്ഥ ഡ്യൂട്ടി യോഗ്യനായ ഗുരുവിന്റെ കയ്യിൽ പിള്ളേരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വംശി പ്രഭു. ശരിക്കും യോഗ്യനായ ഒരു ആധ്യാത്മിക ഗുരുവാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൗൺസിലറായിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ കീഴിൽ ആഴ്ചയ്ക്കൊരിക്കൽ ഇതേപോലെ റെഗുലറായിട്ട് വരുന്നൊരു ശീലം മാത്രം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ സൗഭാഗ്യവും, ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ സൗഭാഗ്യവും വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും നിങ്ങൾ കറക്റ്റ് 7:45 തന്നെ വരികയും വീഡിയോ ഓൺ ചെയ്ത് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി അഥവാ വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ വീഡിയോ ഓൺ ചെയ്യേണ്ട, കുഴപ്പമില്ല. പക്ഷേ ക്ലാസ് എങ്കിലും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇതൊരു വിനീതമായ അഭ്യർത്ഥനയാണ്. ദയവായി മാനിച്ച് എല്ലാ പിള്ളേരും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. അതേപോലെ മറ്റു ദിവസങ്ങളിൽ ശനിയാഴ്ച വൈകുന്നേരം നിങ്ങളുടെ കാലം കൊച്ചു പിള്ളേരായിട്ടുള്ള പിള്ളേർക്കുള്ള ക്ലാസ് ഉണ്ട്. അതിന് വലിയ പിള്ളേർക്കും കയറാവുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താൻ നോക്കുക. എല്ലാ ശനിയാഴ്ചയും 6 മുതൽ 6:45 വരെയുള്ള സമയം. അത് അതിചന്ദ്ര പ്രഭുവിന്റെ മകളായ ഗൗരപ്രിയ മാതാജിയാണ് ക്ലാസ് എടുക്കുന്നത്. അത് നല്ല ക്ലാസ് ആയിരുന്നു. നിങ്ങളും ആ ക്ലാസ്സിനും കൂടെ കയറണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതേപോലെ നിങ്ങളുടെ സഹോദരന്മാരെ ആ ക്ലാസ്സിലും കയറാൻ വേണ്ടി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഹരേ കൃഷ്ണ.